ആ പുഞ്ചിരിയും മാഞ്ഞു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം തുറക്കാൻ ഇനി അദ്ദേഹമില്ല. പ്രവാസലോകത്ത് ഒരുപാട് ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങി ജബലാലിയിലെ ശ്മശാനത്തിൽ അദ്ദേഹം എരിഞ്ഞു തീർന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് രാമേട്ടനോടൊപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ വേർപാടിൽ അദ്ദേഹത്തെ യാത്രയയക്കാൻ മലയാളക്കര തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. സഫാരി സൂട്ടും തിളങ്ങുന്ന ജുബ്ബയും മുഖത്ത് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചവുമായി നമ്മളെ നോക്കി പുഞ്ചിരിക്കാൻ അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന പ്രവാസികളുടെ പ്രിയ രാമേട്ടൻ ഇനിയില്ല. എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയ്ക്ക് ഫുൾ സ്റ്റോപ്പിട്ട് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം തുറക്കാൻ കാത്തു നിൽക്കാതെ അദ്ദേഹവും യാത്രയായി. ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിനകത്തും പുറത്തുമായി വ്യാപിച്ചു കിടന്ന 50-ലേറെ ജ്വല്ലറികളുടെ ഉടമയായിരുന്ന അദ്ദേഹം പെട്ടെന്നൊരു ദിവസം കൊണ്ടാണ് പതനത്തിന്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. ഇന്നും നമുക്കൊന്നും അറിയാത്ത പരിചിതനായ ഒരു അപരിചിതന്റെ കൈക്കടത്തലുകളാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ വലിയ വീഴ്ചയ്ക്കു പിന്നിൽ. ബിസിനസ് തകർച്ചക്കൊപ്പം നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ 2.25 വർഷം ദുബായിലെ ഇരുമ്പഴിക്കുള്ളിൽ ചിറകറ്റ പക്ഷിയെപ്പോലെ സ്വതന്ത്രമായ ആകാശത്തേക്ക് നോക്കി സ്വയം വിങ്ങി. ഒടുവിൽ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയരണമെന്ന അഭ്യംബമായ ആഗ്രഹത്തോടെ ശക്തമായ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലും കയ്യടിയോടെ പ്രവാസലോകം അദ്ദേഹത്തെ സ്വീകരിച്ചു. കഠിനാധ്വാനം കൊണ്ട് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മവിശ്വാസം കൈവിടാതെ പുതിയ സാമ്രാജ്യം പടുത്തുയർത്തുവാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. എന്നാൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവ് ആ മനസ്സിനെ ഏറെ അലട്ടിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ തിരിച്ചുവരവിന്റെ പാതയിൽ തടസ്സമായി നിന്ന അമിതമായ ഉത്കണ്ഠയോ മാനസിക സമ്മർദ്ദമോ ആകാം ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ ഇന്ന് ചാരമാക്കിയതിന്റെ പിന്നിൽ. അന്തിമ കർമ്മങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന നസീർ വാടാനപ്പള്ളി, സലാം പാപ്പനശ്ശേരി, ഹൈദ്രോസ് തങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചാക്കോ സാർ, പിള്ളേട്ടൻ, സജു വർഗീസ്, ലസിത് കായക്കൽ, അജിത് എബ്രഹാം, ഉമാം, ദിനേശ് തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേരുണ്ടായിരുന്നു. നന്ദി പറയാതെ വയ്യ നസീർ വാടാനപ്പള്ളിയോട്. മരണവിവരം അറിഞ്ഞതു മുതൽ അന്തിമ കർമ്മങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും നൽകിയത് അദ്ദേഹമാണ്. കേരളക്കരയിലെയും പ്രവാസ ലോകത്തെയും ഒരുപാട് ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങി അറ്റ്ലസ് ഗ്രൂപ്പിന്റെ കാവലാളായ രാമേട്ടൻ ഇന്ന് വൈകിട്ട് ജബലാലിയിലെ ചിതയിൽ അഗ്നിയുടെ ചുവന്ന നാളങ്ങൾ ഏറ്റുവാങ്ങി. പ്രിയ രാമേട്ട, അങ്ങേക്ക് വിട. ഞങ്ങൾ എന്നും ഓർക്കും ജീവനുള്ള കാലത്തോളം.